ഇന്ത്യ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായി ഈ നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം വന്നു. ഇനി അടുത്ത് സാമ്പത്തികമായ ആക്രമണമാണ്. അതിനുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. എന്താണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ തീവ്രവാദത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നതിനാൽ പാകിസ്ഥാന് നൽകുന്ന എല്ലാ ഫണ്ടും അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തും. അതിനായുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $7 ബില്യൺ സഹായ പാക്കേജ് ലഭിക്കാനിരിക്കുകയാണ്. ഇതിനാണ് ഇന്ത്യ തടയിടാൻ പോകുന്നത്. ഇന്ത്യ ആശങ്കകൾ ഉന്നയിക്കും, അത് വിജയിക്കും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ 3 വർഷത്തെ ഒരു സഹായ പാക്കേജിനുള്ള കരാർ 2024 ജൂലൈയിൽ ആണ് ഇത് സംബന്ധിച്ചൊക്കെ ധാരണയായിട്ടുള്ളത്. ആ പാക്കേജ് ഒരുപക്ഷെ പാകിസ്ഥാന് ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോഴെന്താണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നും അവരുടെ ഗ്രേ പട്ടികയിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. 2018 ജൂണിൽ പാകിസ്ഥാൻ ഇതുപോലെ ഗ്രേ പട്ടികയിലായിരുന്നു. ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു സവിശേഷത, അവർ ഈ ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ ഭീകരർക്ക് ധനസഹായം നൽകൽ, നിരീക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയാണ്. അവരുടെ ഗ്രേ ലിസ്റ്റിൽ വരുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ നിരീക്ഷണത്തിലാകും എന്നതാണ് ഒരു കാര്യം. 2018 പാകിസ്ഥാൻ ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. തീവ്രവാദികൾക്ക് ധനസഹായം നൽകുന്നു എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ തീവ്രമായ നിരീക്ഷണത്തിന് വിധേയമാകും. ഒപ്പം അത് അന്താരാഷ്ട്ര ഫണ്ടുകൾ ലഭിക്കുന്നതിന് ഒരു പ്രധാന തടസ്സമാവുകയും ചെയ്യും. ഏതായാലും അന്ന് ഈ 2018 ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതിനെതിരെ ചില നടപടികൾ സ്വീകരിച്ചു. തീവ്രവാദം തടയാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 2022 ഒക്ടോബറിൽ പാകിസ്ഥാനെ അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ആ പട്ടികയിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുടെയും ഒക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടും എന്ന് പാകിസ്ഥാൻ ഉറപ്പ് നൽകി. ചിലരെയൊക്കെ തടവിലാക്കും എന്ന് വ്യക്തമാക്കി. മറ്റു ചിലർക്ക് പിഴ ചുമത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് പാകിസ്ഥാൻ വീണ്ടും ആ പട്ടികയിൽ നിന്ന് പുറത്ത് കടന്നത്. അപ്പോൾ ഇനി അടുത്ത അതിൻ്റെ പ്ലീനറി സെഷൻ നടക്കുകയാണ്. FATF എന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ പ്ലീനറി സെഷൻ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി FATFൻ്റെ അംഗരാജ്യങ്ങളുമായൊക്കെ ഇന്ത്യ ചർച്ച നടത്തും. വരാനിരിക്കുന്ന ആഴ്ചകളിൽ അവരുടെ പ്രതിനിധികളെ കാണും. 40 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന FATFൻ്റെ ഒരു പ്ലീനറിയാണ് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ പ്ലീനറിയിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. സാധാരണ വർഷത്തിൽ 3 തവണയാണ് പ്ലീനറി സമ്മേളിക്കാറുള്ളത്. അത് ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് ചേരുക. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പ് ഉണ്ടാകുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അത് ഫ്രാൻസ് ആസ്ഥാനമായാണ് ഈ ടാസ്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പ് ഡി ആക്ഷൻ ഫിനാൻഷ്യർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ആ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ആസ്ഥാനവും പാരീസാണ്. 1989 G7 രാജ്യങ്ങൾ മുൻകൈയെടുത്താണ് ഇങ്ങനെയൊരു സംവിധാനം, അതായത് ഒരു രാജ്യാന്തര അന്തർദേശീയ സംവിധാനം അല്ലെങ്കിൽ ഒരു അന്തർദേശീയ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. പ്രധാന ഒരു താല്പര്യം അന്ന് കള്ളപ്പണം വെളുപ്പിക്കലിനെ ചെറുക്കുക എന്നതായിരുന്നു. അതിനുവേണ്ട നയങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു. അത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ എങ്ങനെ കഴിയും എന്ന് പരിശോധിക്കുക എന്നതൊക്കെയായിരുന്നു. അതിൽ 2021 ആയപ്പോഴേക്കും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് തടയാൻ കൂടി ഈ ടാസ്ക് ഫോഴ്സ് തീരുമാനമെടുത്തു. അങ്ങനെ അവരുടെ ചുമതലകൾ വിപുലീകരിച്ചു. പാരീസിലാണ് FATFൻ്റെ സെക്രട്ടേറിയറ്റ് ഉള്ളത്. ഏതായാലും ഈ സംഘടന കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ പണം അനാവശ്യമായ തീവ്രവാദം, അതുപോലെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചിലവാക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നു എന്നതാണ് അതിലെ സുപ്രധാനമായ ഒരു കാര്യം. അപ്പോൾ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദികൾക്കുള്ള ധനസഹായം, അതൊക്കെ ഈ അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ തോതിൽ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ ചെറുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനൊക്കെ
ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ടാസ്ക് ഫോഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിയമപരമായി നിയന്ത്രണപരമായി പ്രവർത്തിക്കാൻ അംഗരാജ്യങ്ങളെയും അതുപോലെ മറ്റു രാജ്യങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനമായും ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ. FATF കരിമ്പട്ടികയിൽ പെടുത്തുന്നതോടുകൂടി അത് വലിയ വെല്ലുവിളികൾ ഒരു രാജ്യത്തിന് ഉയർത്തും. അതാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഗ്രേ ലിസ്റ്റിംഗ്. അത് സ്വാഭാവികമായും ആ രാഷ്ട്രത്തിന് മുകളിൽ ലോകരാഷ്ട്രങ്ങളുടെ ഒരു നിരീക്ഷണമുണ്ടാകും. അത് പലതരം നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ആദ്യം പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യം വരും ദിവസങ്ങളിലും മുന്നോട്ട് വച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഇല്ല. അങ്ങനെ കരിമ്പട്ടികയിലൊക്കെ പെട്ടാൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ഉള്ള മേഖലകളിൽ നിന്നുമൊക്കെ സേവനങ്ങൾ കിട്ടുന്നതിൽ ഒക്കെ ചില പ്രതിസന്ധികൾ നേരിടും. അത് രാജ്യത്തെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇവിടെ ഇന്ത്യ. ഇതിന് ചില തെളിവുകൾ കൂടി രാജ്യത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ 30 വർഷമായി തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവിടുത്തെ മുൻ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ക്ലിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഖാജ ആസിഫാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. 30 വർഷമായി മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ തീവ്രവാദികളെ പരിശീലനം നടത്തുന്ന ഒരു പണിയിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടിരുന്നു എന്ന്. ഒപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ ബിലാവൽ ഭൂട്ടോയും പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യം ഒരു വലിയ രഹസ്യമല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം തീവ്രവാദികൾക്ക് പരിശീലനമൊക്കെ നൽകുന്ന ഒരു കാര്യം പാകിസ്ഥാൻ മുൻപും ചെയ്തിരുന്നു എന്ന് ബിലാവൽ ഭൂട്ടോ തുറന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു: തീവ്രവാദത്തിന് ആ രാജ്യം പിന്തുണ നൽകിയിരുന്നു. കഴിഞ്ഞ 30 വർഷമായി അത് തുടരുന്നു എന്നവർ സ്ഥിരീകരിക്കുന്നു. അത് ഒരു രഹസ്യമല്ല എന്നവർ സമ്മതിക്കുന്നു. മറ്റു രാജ്യങ്ങളിലേക്ക് അതിർത്തി കടന്ന് തീവ്രവാദികളെ പോകാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. സാധാരണക്കാരനായ മനുഷ്യർക്ക് നേരെ വിവേചനരഹിതമായി വെടിയുതിർക്കാൻ ഈ അക്രമികളെ അവർ പഠിപ്പിക്കുന്നു എന്ന കാര്യം കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സാമ്പത്തിക സഹായം നൽകരുത് എന്ന വാദമാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന് മുന്നിലും ഈ വിഷയമാണ് ഇന്ത്യ വയ്ക്കുന്നത്. പാകിസ്ഥാന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകരുത് എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനെ സാമ്പത്തികമായി നിരീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇന്ത്യ ആഗോള സമൂഹത്തെ ബോധ്യപ്പെടുത്തും.